പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബ്രൈറ്റ് കേരളൈറ്റ് എന്ന ഒരു യൂട്യൂബർ ടൂറിലെ തിരിക്കച്ച വ്യാജമാണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ന്യായവാദങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുകയുണ്ടായി. പ്രത്യേകമായി ഇദ്ദേഹം ശാസ്ത്രീയമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന നാസ്തികനായ ഒരു വ്യക്തിയാണ്. പ്രധാനമായും അദ്ദേഹം ശാസ്ത്രീയ വിഷയങ്ങളാണ് സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത്. എന്നാൽ ടൂറിലെ തിരിക്കച്ചയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാദഗതികളും അതിനെതിരെ കത്തോലിക്ക സഭ പറയുന്ന വാദഗതികളും എന്താണെന്നുള്ള കാര്യം അവതരിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. ഈ തുണിയിൽ കാണുന്നത് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ മുഖമാണോ? ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത് ഇത് യേശുവിന്റെ യഥാർത്ഥ മുഖമാണെന്നാണ്. ഈ മുഖത്തിന്റെ രൂപം പതിഞ്ഞിരിക്കുന്നത് ഒരു തുണിയിലാണ്. ഷൗഡ് ഓഫ് ട്യൂൺ എന്ന പേരിലാണ് ഈ തുണി അറിയപ്പെടുന്നത്. യേശുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശവശരീരം പൊതിയാനായി ഉപയോഗിച്ച ശവക്കച്ച അല്ലെങ്കിൽ തുണിയാണെന്ന് ഒരുപാട് പേർ വിശ്വസിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ള ചരിത്രം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഏത് കാലഘട്ടത്തിലാണ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു തുണിയെ കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങിയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോയിലൂടെ ഇദ്ദേഹം പറയുന്ന വാദങ്ങൾ ഇവയൊക്കെയാണ്. 13-ാം നൂറ്റാണ്ടിലാണ് ഒരു പട്ടാളക്കാരനാണ് ആദ്യമായി ഇങ്ങനൊരു തിരിക്കച്ച ഉള്ള കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ആ കാലഘട്ടത്തിൽ അനേകം പേർ ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ പലതും അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടിരുന്നു. അതുപോലെ ഇയാളുടെ കയ്യിലുള്ള ഒരു തിരിക്കച്ച അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവർ പറയുന്ന ന്യായം. അടുത്തത് ഇദ്ദേഹം പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ തിരിക്കച്ചയായിരുന്നുവെങ്കിൽ അതിൻ്റെ കൈകൾ ഒരിക്കലും ഫ്രണ്ടിലോട്ട് മുമ്പിലോട്ട് വെച്ച് ക്രോസ് ചെയ്ത് വെക്കുവാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് ഇത് വരച്ചതാണ് എന്നാണ് അദ്ദേഹം ഒരു വാദം വയ്ക്കുന്നത്. പിന്നെ ഒരു വാദം വയ്ക്കുന്നത് ഇതിൻ്റെ മുടി, തലയിലെ മുടി വശങ്ങളിലേക്ക് വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയെ പൊതിയുമ്പോൾ ഒരിക്കലും വശങ്ങളിലേക്ക് മുടി ഉണ്ടായിരിക്കില്ല, പുറകിലേക്കാണ് പോയിരിക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്ന മറ്റൊരു വാദം. അടുത്തൊരു വാദം ഇദ്ദേഹം പറയുന്നത് ഇത് പെയിൻറ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ രക്തക്കറ പരക്കുന്നതിന് വേണ്ടി എന്തിൻ്റെയോ രക്തം അതിൽ ഒറ്റിച്ചിട്ടുണ്ട് എന്നതാണ്. അടുത്ത ഇദ്ദേഹം പറയുന്ന മറ്റൊരു വാദം ഈ ടൂറിലെ തിരിക്കച്ച 1980-കളിൽ സഭ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കാർബൺ ഡേറ്റിംഗ് നടത്തിയപ്പോൾ അതിനെ 1300 വർഷത്തിൻ്റെ പഴക്കമേ കണ്ടുള്ളൂ എന്നുള്ള വിഷയമാണ്. മറ്റൊന്ന് ഇദ്ദേഹം പറയുന്നൊരു കാര്യം, സിൽവർ പാത്രം കൊണ്ട് ഈ തിരിക്കച്ച മൂടി വെച്ചപ്പോൾ ആ കാലത്തുണ്ടായ ഒരു തീപിടുത്തത്തിൽപ്പെട്ട് സിൽവറിൻ്റെ അംശങ്ങൾ അതിൽ പെട്ടപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള മോഡിഫിക്കേഷൻ അതിൽ വന്നിട്ടുണ്ട് എന്നുള്ള വിഷയമാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഈ തിരിക്കച്ച ആദ്യമേ അവതരിപ്പിച്ചപ്പോൾ ആ കാലഘട്ടത്തിലെ മെത്രാൻ ഈ തിരിക്കച്ചയെ അവജ്ഞയോട് തള്ളിക്കളയുകയും ഇങ്ങനൊരു തട്ടിപ്പൂടെ നടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് റോമിലെ മാർപ്പാപ്പയ്ക്ക് കത്തെഴുതുകയും മാർപ്പാപ്പ അത് തട്ടിപ്പാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അതിനെ അവജ്ഞയോടെ തള്ളുകയും പിന്നീട് അത് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായ തീപിടുത്തത്തെ ഈ ഒരു തിരിക്കച്ച മാത്രം അതിജീവിച്ചപ്പോൾ അതൊരു വലിയ അത്ഭുതമായി ജനങ്ങൾ വീണ്ടും കൊണ്ടു നടന്നു. അങ്ങനെ ഇപ്പോൾ കാശുണ്ടാക്കുന്നതിന് വേണ്ടി ടൂറിലെ തിരിക്കച്ച ഭദ്രമായി സൂക്ഷിക്കുകയും അതുപോലെ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടി മുന്നിൽ നിർത്തുകയും ചെയ്യുന്നു എന്നുള്ള വിഷയമാണ്. ഇത്രയും വാദഗതികളാണ് ഇദ്ദേഹം ഇതിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ വിഷയങ്ങളിലെ ശാസ്ത്രീയപരമായ ഒരു വിഷയം എന്ന് പറയുന്നത് കാർബൺ ഡേറ്റിങ്ങിൽ 1980-കളിൽ അമേരിക്ക, ഫ്രാൻസ്, ഇംഗ്ലണ്ട് 3 സ്ഥലങ്ങളിൽ നടത്തിയ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിൽ കാർബൺ ഡേറ്റിങ്ങിൽ ഇത് 13-ാം നൂറ്റാണ്ടിലാണ് ഈ തുണി നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള വസ്തുത കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷേ കാർബൺ ഡേറ്റിങ്ങിന് 1980-കളിലുള്ള പ്രസക്തി മനസ്സിലാക്കണം. 1980-കളിലെ കാർബൺ ഡേറ്റിംഗ് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വളർന്നിട്ടില്ല. മാത്രമല്ല ഇതൊരു തീപിടുത്തത്തിലൂടെ പെട്ടതായതുകൊണ്ട് തന്നെ തീപിടുത്തത്തിൻ്റെ അവശിഷ്ടങ്ങളായ കരിയും പുകയും ഈ തുണിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതിനാൽ കാർബൺ ഡേറ്റിങ്ങിലൂടെ വിലയിരുത്താൻ സാധ്യമല്ല. ഇനി ഇന്ന് ആധുനികപരമായ രീതിയിൽ തന്നെ ഇത് തെളിയിക്കപ്പെട്ടുള്ള വസ്തുക്കൾ എന്താണെന്നുള്ള കാര്യം ടൂറിലെ തിരിക്കച്ചയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. എന്തുകൊണ്ടാണ് ടൂറിലെ തിരിക്കച്ച ഇത്രയധികമായി വിശ്വസനീയമായിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ ടൂറിലെ തിരിക്കച്ചയിൽ പതിഞ്ഞിരിക്കുന്ന രൂപം അതൊരു നെഗറ്റീവ് പ്രിന്റ് ആണെന്നുള്ളതാണ്. 13-ാം നൂറ്റാണ്ടിൽ ഫോട്ടോഗ്രാഫി ഇല്ലാത്ത കാലഘട്ടത്തിലെ ഒരു നെഗറ്റീവ് പ്രിന്റ് എന്നൊരു കൺസെപ്റ്റ് പോലും ഈ ലോകത്തില്ല. യേശുക്രിസ്തുവിൻ്റെ രൂപത്തിൻ്റെ നെഗറ്റീവ് പ്രിന്റ്
വരയ്ക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കലാകാരൻ ആ കാലഘട്ടത്തിലില്ല. കാരണം നെഗറ്റീവ് പ്രിന്റ് എന്നൊരു കൺസെപ്റ്റ് ആ കാലഘട്ടത്തിലില്ല. അങ്ങനെ കാലഘട്ടത്തിലുള്ള ആ ഒരു ലിനൻ തുണിയിൽ പതിഞ്ഞ ചിത്രം ആധുനിക കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് പതിക്കാൻ ശ്രമിച്ചപ്പോൾ അത് നെഗറ്റീവ് പ്രിന്റ് ആണെന്നുള്ള കാര്യം വ്യക്തമായി തെളിവായി കടന്നു വരിക. ഇതാണ് ടൂറിലെ തിരിക്കച്ച ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ലിനൻ തുണിയുടെ മുകളിലെ ലെയറിലാണ് ഈ ഒരു ചിത്രം പതിഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ തുണിയുടെ ഒരു തുണിയുടെ മുകളിലെ ലെയറിൽ ഈ ചിത്രം പതിഞ്ഞിരിക്കുന്നത്, അടിയിലെ ലെയറിൽ പതിഞ്ഞിട്ടില്ല. നേർത്ത പ്രതലത്തിലാണ് ഇത് പതിഞ്ഞിരിക്കുന്നത്. ഒരു ചിത്രവരക്കാരൻ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ നേർത്ത പ്രതലത്തിൽ മാത്രമായി വരയ്ക്കാൻ സാധിക്കില്ല. പെയിന്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ മുഴുവനായി ആ തുണിയിൽ പതിക്കുകയാണ് ചെയ്യുക. ഇപ്രകാരമുള്ള ഒരു അത്ഭുതകരമായ ഒരു പ്രതിഭാസം അതിൽ കാണാൻ സാധിക്കും. ആ ലിനൻ തുണിയുടെ മേൽ ഭാഗത്ത് മാത്രമാണ് ഇതിൻ്റെ ചിത്രം പതിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനൊരു ഫോട്ടോഗ്രാഫിക്കലായിട്ടുള്ള നെഗറ്റീവ് പ്രിന്റ് ആയിട്ട് വരണമെങ്കിൽ ഈ ചിത്രം ഇങ്ങനെ വരച്ചതാകണമെന്നില്ല, പ്രകാശം പതിഞ്ഞിട്ടാണ് ഇതിന് വരിക. അതായത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്താൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ചിത്രം യേശുവിനെ പൊതിഞ്ഞ തുണിയിൽ പതിയുകയാണ് എന്നുള്ളതാണ് ഇതിനൊരു കാരണമായി പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇദ്ദേഹം പറയുന്നത് കൈകൾ ഇത്രയും ദൂരെ എത്തുകയില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. കൈകൾ നീട്ടി വലിച്ചു പിടിച്ചിട്ടാണ് യേശുവിനെ കുരിശിൽ തറച്ചത്. അതിൻ്റെ അസ്ഥിബന്ധങ്ങളെ കുറിച്ചുള്ള വിഷയം നമുക്കറിയാം. അതെല്ലാം വലിച്ചു നീട്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൈകൾ ഇപ്രകാരം തുടയുടെ ഭാഗത്തേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ആധുനിക കാലഘട്ടത്തിലെ പരീക്ഷണങ്ങൾ മനസ്സിലാക്കിയ കാര്യം, ഈ ലിനൻ തുണിയിൽ ജെറുസലേമിലുള്ള പൊള്ളൻ ഗ്രെയിൻസ്, അവിടെയുള്ള പൂമ്പൊടിയുടെ അംശം കണ്ടെത്തി എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, യൂറോപ്പിൽ കൃത്രിമമായി ഉണ്ടാക്കിയിരിക്കുന്ന ലിനൻ തുണിയിൽ എങ്ങനെയാണ് ജെറുസലേമിലെ പൊള്ളൻ ഗ്രെയിൻസ് പെടുന്നത്? ഇതും യേശുക്രിസ്തുവിൻ്റെ, അതായത് ഗാഗുൽത്ത മലയുടെ അടുത്തുള്ള അവിടെയുള്ള പ്രത്യേക ചെടികളുടെ പൊള്ളൻ ഗ്രെയിൻസ് അതിൽ പതുങ്ങിയിരിക്കുന്നു എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ പൊതിഞ്ഞ വസ്ത്രമാണെന്നൊരു തെളിവായിട്ട് കിടക്കുകയാണ്. മാത്രമല്ല, ഇതിലുള്ള ബ്ലഡ് സ്റ്റെയിൻസ്, ഈ ടൂറിനിലെ തിരിക്കച്ചയിൽ പതിഞ്ഞിരിക്കുന്ന ബ്ലഡ് സ്റ്റെയിൻസ് പരിശോധനയിൽ AB പോസിറ്റീവ്, ഒരു മനുഷ്യൻ്റെ രക്തമാണ്, ബ്ലഡ് ഗ്രൂപ്പാണ് എന്നുള്ളൊരു വസ്തുത കണ്ടിരിക്കുക. കാരണം ഒരിക്കലും ഒരു ചിത്രകാരൻ വരയ്ക്കുമ്പോൾ ഇനി ബ്ലഡ് പരക്കണമെന്നതിന് വേണ്ടി ഒരു മൃഗത്തെ കൊന്ന് ചോര പതിപ്പിക്കുകയാണെങ്കിൽ പോലും അത് മനുഷ്യൻ്റെ രക്തം AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുമായി യാതൊരു ബന്ധം ഉണ്ടായിരിക്കില്ല. ഇത്രയും പരീക്ഷണങ്ങളിലൂടെ ആധുനിക കാലഘട്ടത്തിലെ ടൂറിലെ തിരിക്കച്ച കൂടുതൽ വിശ്വസനീയമായ രീതിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പം ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വിഷയത്തെ പ്രതിപാദിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ എന്തെല്ലാമാണ് ഇതിനെക്കുറിച്ചുള്ള പുതിയ ഗവേഷണ ഫലങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുവാൻ, അതിനെ അതിനെതിരെ പറയുവാനായിട്ടുള്ള ഒരു വിവേകം കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ശാസ്ത്രീയമായ ഒരു വിഷയം എന്ന് പറയുന്നത് 1980 കാർബൺ ഡേറ്റിംഗ് വിഷയം മാത്രമാണ്. അപ്പോൾ വെറുതെ ചാറ്റ് GPT-യിൽ ടൂറിനിലെ തിരിക്കച്ച വിശ്വാസയോഗ്യമാണോ, അതിനുള്ള തെളിവുകൾ ഏവ എന്ന് വെറുതെ അടിച്ചു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ വാദങ്ങൾ വളരെ വ്യക്തമായി കാണാം. മാത്രമല്ല, ഇപ്പോഴും സഭ ഇത് ടൂറിലെ തിരിക്കച്ചയാണ് വിശ്വസിച്ചു കൊള്ളണം എന്നൊരു നിർബന്ധ ബുദ്ധി ഇതുവരെയും സഭ എടുത്തിട്ടില്ല. വിശ്വസനീയമായ രീതിയിൽ മനസ്സിലാക്കുന്നെങ്കിലും അത് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുമാറ് സഭ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്നുള്ള വസ്തുതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇനി ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് ഞാൻ മറ്റൊരു വാദം നിൽക്കുകയാണ്. ടൂറിലെ തിരിക്കച്ചയൊന്നും പോകേണ്ടതില്ല. വിളക്കന്നൂര് ദിവ്യകാരനൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. അപ്പത്തിൽ യേശുക്രിസ്തുവിന്റെ മുഖം പതിഞ്ഞിരിക്കുന്ന ഒരു വിഷയം വിളക്കന്നൂർ വെച്ച് സംഭവിച്ചിരിക്കുന്നത്. 12 വർഷം മുമ്പ് വെറും ഗോതമ്പപ്പത്തിലെ യേശുക്രിസ്തുവിന്റെ മുഖം തെളിഞ്ഞു വന്നതായി അവിടെ ഒരു അത്ഭുതം രേഖപ്പെടുത്തുകയും അത് സത്യമാണോ എന്നതിനു വേണ്ടി റോമിലേക്ക് അയക്കുകയും 12 വർഷത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഒരു ഗോതമ്പപ്പം ഇത്രയും വർഷം നിലനിന്നു എന്നുള്ളതും ആ അപ്പത്തിലുള്ള യേശുക്രിസ്തുവിന്റെ രൂപം ചിത്രം വരച്ചതോ ഒന്നുമല്ല എന്നും
വളരെ വ്യക്തമായി തെളിഞ്ഞിട്ട് അതിൽ ബ്ലഡ് സ്റ്റെയിൻ്റെ അംശമുണ്ടെന്ന് വ്യക്തമായി തെളിഞ്ഞിട്ടാണ് അത് മടക്കി അയച്ചിട്ട് അത്ഭുതമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ബാംഗ്ലൂരുള്ള ഒരു ലബോറട്ടറിയിൽ ഈ അപ്പത്തിൽ നിന്നൊരു പൊടി ശേഖരിച്ചുകൊണ്ട് ഇത് അപ്പം തന്നെയാണോ എന്നുള്ള വസ്തുത കൂടി പരീക്ഷിച്ച് അതിൻ്റെയും തെളിവ് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ വിളക്കന്നൂരുള്ള, നമ്മുടെ കേരളത്തിൽ വിളക്കന്നൂരുള്ള വെറുമൊരു ഗോതമ്പപ്പം 12 കൊല്ലമായി നിലനിൽക്കുന്നു എന്നുള്ളത് പോലും അത്ഭുതമാണ്. അപ്പോൾ അതിൽ യേശുക്രിസ്തുവിന്റെ രൂപം പതിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം കൂടെയുണ്ട്. ടൂറിൽ തിരുക്കച്ചയിലേക്കൊന്നും പോകേണ്ടതേ, ഈ ഒരു അത്ഭുതം വ്യാജമാണെന്ന് സുഹൃത്തെ താങ്കളൊന്ന് തെളിയിച്ചു തരൂ. ശാസ്ത്രീയമായ ഗവേഷണ ഫലങ്ങൾ അന്വേഷിച്ച് ഇതിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടെങ്കിൽ പൊളിച്ചു തരൂ എന്നുള്ളതാണ് ഞാൻ വെല്ലുവിളിയായി താങ്കളോട് അഭ്യർത്ഥിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.